Welcome back to Shantisoft Technologies. Today we are going to learn about the three-tier architecture demo and example how to implement three-tier architecture in ASP.NET. Okay, all of you know that in the three-tier architecture include three layers. First one is presentation layer, second one business layer, and third one data access layer. Data access layer is used for set the connection. Business layer used for write the logic code, and also that is work as an intermediator. Presentation layer is used to create our web form or web page. Okay, we are going to introduce insert a student's details using three-tier architecture in ASP.NET. For that, we have to open Visual Studio and new website. Visual Studio, new website. Click on the ASP.NET empty website. Then write the name of the website is three-tier demo. Three-tier demo. Then click OK. Now we can see the three-tier demo website here in the Solution Explorer. Solution Explorer three-tier demo 1 എന്ന് പറയുന്ന പേരിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഉള്ളത് web.config എന്ന് പറയുന്ന ഫയലാണ്. Then only the file. ഇനി next one we need to write the web.config ഫയൽ. നമുക്കറിയാം web.configനകത്ത് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഡാറ്റാബേസ് സെറ്റ് ചെയ്യാനുള്ളൊരു കോഡുണ്ട്. പിന്നെ നമുക്കുള്ളത് ത്രീ-ടയർ ആർക്കിടെക്ചറിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ പേരാണ്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ബിൻ ഫോൾഡറാണ്. നമുക്കറിയാം ബിൻ ഫോൾഡർ ആഡ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ബട്ടൺ ആഡ് ASP.NET folder, then bin folder is used to add the MySQL DLL file. MySQL DLL ഫയലിനകത്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, then add reference. I just browse the DLL file MySQL and click OK. നമുക്കിവിടെ കാണാം ബിൻ ഫോൾഡറിനകത്ത് MySQLൻ്റെ DLL ഫയൽ ക്രിയേറ്റ് ആയി. Is the first step of the three-tier architecture. Create the bin folder and add the reference MySQL DLL. Okay. Then second one, need to write the configuration code, connection string code under the configuration. For that, I just copy the configuration file, connection string, copy the Ctrl C, then enter the configuration, Ctrl V. Here I use connection string, server, user ID, password of MySQL, and database name is DB sample. Our provider name is data.mysql client. Second step is write the code of the web.config file. Next step is to create global.asax file. ഈ ഫയൽ ഉപയോഗിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും നടക്കുന്ന ആക്ഷൻസ് എന്താണ് ആക്ഷൻ എന്നതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് global.asax എന്ന് പറയുന്ന ഫയൽ ആഡ് ചെയ്യുന്നത്. ഗ്ലോബൽ ഫയൽ ആഡ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ആഡ് എടുക്കുക, ന്യൂ ഐറ്റം, add new item. Then next we can see the global application class. See the extension of the global application class is asax. Click add click ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് global asax എന്ന് പറയുന്ന ഫയൽ കിട്ടാം.
ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിനുള്ളിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട്, ആപ്ലിക്കേഷൻ എൻഡ്, ആപ്ലിക്കേഷൻ എറർ, സെഷൻ സ്റ്റാർട്ട്, സെഷൻ എൻഡ് ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ക്ലാസ് ആണ് ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷനെ ഹാൻഡിൽ ചെയ്യും. നമ്മുടെ ഈ ആപ്ലിക്കേഷനെ ഹാൻഡിൽ ചെയ്യുന്ന ക്ലാസ് ആണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് എന്ന് പറയുന്ന ക്ലാസ്. സോ we have to write the code inside the application start function. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഫംഗ്ഷനുള്ളിൽ നമുക്ക് കോഡ് എഴുതി കൊടുക്കുക. ഗ്ലോബൽ ആപ്ലിക്കേഷൻ ക്ലാസ്സിൽ എഴുതുന്ന കോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കണക്ഷൻ സ്ട്രിങ്ങിൻ്റെ കോഡും അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഫയൽ നമ്മൾ ഡാറ്റ ലെയറിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫയലിൻ്റെ ഒബ്ജക്റ്റുമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് CON എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് കണക്ഷൻ സ്ട്രിങ്ങിൻ്റെ ക്ലാസ്സും ഡാറ്റ ആക്സസിൻ്റെ ഒബ്ജക്റ്റും, ഡാറ്റ ആക്സസിനകത്ത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട് സെറ്റ് കണക്ഷൻ, ആ ഫംഗ്ഷനുമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ ദറ്റ് ലേറ്റർ. നെക്സ്റ്റ് വൺ ഈസ് നീഡ് ടു റൈറ്റ് ദി ഡാറ്റ ആക്സസ്. ഡാറ്റ ആക്സസ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒരു ഡാറ്റ ബേസുമായിട്ടുള്ള കണക്ഷനാണ്. അല്ല, ഡാറ്റാ ബേസിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ പേരാണ് ഡാറ്റ ആക്സസ് ക്ലാസ്. അതുകൊണ്ട് ദാറ്റ് ഈസ് ആൻ അനദർ ലെയർ. ലെയേഴ്സിനെ തിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോൾഡറിൻ്റെ പേര് ആപ്പ് കോഡ് എന്ന് പറയുന്ന ഫോൾഡറാണ്. സോ ഐ എം ഗോയിങ് ടു ആഡ് ആപ്പ് കോഡ് ഓവർ ഹിയർ. ഈ ആപ്പ് കോഡിനകത്ത് 2 ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫോൾഡർ നെയിം ഈസ് BLL. BLL മീൻസ് ബിസിനസ് ലോജിക് ലെയർ എഴുതുന്നത് BLL ഫോൾഡറിനകത്തും, നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത് ഡാറ്റ ആക്സസ് ലെയറുമാണ്. സോ DAL, ഡാറ്റ ആക്സസ് ലെയർ. ഈ ഡാറ്റ ആക്സസ് ലെയറിനുള്ളിലാണ് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ക്ലാസ്സിൻ്റെ പേര് ഡാറ്റ ആക്സസ്. ക്ലാസ് നെയിം ഈസ് ഡാറ്റ ആക്സസ്. ദി സെയിം സ്പെല്ലിംഗ് നമ്മളിവിടെ യൂസ് ചെയ്യണം. ഡാറ്റ ആക്സസ്. ക്രിയേറ്റഡ് ഡാറ്റ ആക്സസ് ക്ലാസ്. ഇപ്പം global.ss ക്ലാസ്സിനകത്ത് സെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. കാരണം ഈ ഡാറ്റ ആക്സസിനകത്ത് സെറ്റ് കണക്ഷൻ മെത്തേഡ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഡാറ്റ ആക്സസ് എന്ന് പറയുന്ന ക്ലാസ് ഇതാണ്. ഈ ക്ലാസ്സിനുള്ളിൽ only the constructor is a data access. കൺസ്ട്രക്ടർ മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ദ കോഡ് ഓവർ ഹിയർ. സോ ഐ ജസ്റ്റ് കോപ്പി ദിസ് കോഡ് ഓഫ് ദിസ് ഡാറ്റ ആക്സസ്. ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് സ്റ്റാറ്റിക് MySQL കണക്ഷൻ. MySQL കണക്ഷൻ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് ഡാറ്റ ആക്സസ് ക്ലാസ്സിൽ തന്നെയാണ്. MySQL കണക്ഷൻ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തു. ഐ എം ഗോയിങ് ടു റിസോൾവ് ദിസ്. റിസോൾവ് ദെൻ MySQL ക്ലയൻറ്റ് റിസോൾവ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് going to add set connection function. I copy, then Control C, then I paste the set connection class over here. ഇവിടെ കൊടുത്തു. Then another one is execute query. Execute query function. Copy, execute query function. Then next one is get record. I copy this get record over here, Control C, then Control V. Here we can see 3 functions നമുക്ക് കാണാൻ പറ്റും. First one is set connection. സെറ്റ് കണക്ഷൻ ഫംഗ്ഷനകത്ത് നമ്മുടെ കണക്ഷൻ സ്ട്രിങ്ങുമായിട്ടുള്ള കണക്ഷൻ സെറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എഴുതിയിരിക്കുന്നത്. മൈ കണക്ഷൻ CON എന്ന് പറയുന്നത് മൈ CON ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ദ MySQL കണക്ഷൻ ക്ലാസ്. ദെൻ ഐ കോൾ കണക്ഷൻ സ്ട്രിങ് ഫ്രം ദി web.config. web.configനകത്ത് കണക്ഷൻ സ്ട്രിങ് ഉണ്ട്, അത് കോൾ ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്സിക്യൂട്ട് ക്വറി. എക്സിക്യൂട്ട് ക്വറി എന്ന് പറയുന്നത് പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഇറ്റ്സ് എ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എക്സിക്യൂട്ട് നോൺ ക്വറി എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. DML സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാൻ വേണ്ടി, DML സ്റ്റേറ്റ്മെൻറ്റ്സ് മീൻസ് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, ഈ 3 കാര്യങ്ങൾ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ASP.NET പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ്റെ പേരാണ് എക്സിക്യൂട്ട് നോൺ ക്വറി എന്ന് പറയുന്ന ഫംഗ്ഷൻ.
ഈ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഡാറ്റാബേസ് കണക്ഷനിൽ DML സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യാറുള്ളത്. അത് കോൾ ചെയ്യുന്നത് MySQL കമാൻഡ് എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നാണ്. MySQL കമാൻഡ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ നെയിമാണ് എക്സിക്യൂട്ട് നോൺ ക്വറി ഫംഗ്ഷൻ. സോ ദാറ്റ്സ് വൈ നമ്മൾ ഈ എക്സിക്യൂട്ട് ക്വറി ഫംഗ്ഷൻ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനാണ്. നമുക്ക് വരുന്ന കമാൻഡ് SQL കമാൻഡ്സ് ഈ ആർഗ്യുമെൻ്റ് റിട്രീവ് ചെയ്ത് ഈ ആർഗ്യുമെൻ്റ് വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഷുഡ് ബി ഇൻസൈഡ് ദി ട്രൈ ക്യാച്ച്. ഇറ്റ്സ് ആൻ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സെഷൻ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗെറ്റ് റെക്കോർഡ്. ഗെറ്റ് റെക്കോർഡ് പേര് പോലെ തന്നെ ദിസ് ഈസ് ഓൾസോ ദ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഗെറ്റ് റെക്കോർഡ് ഫംഗ്ഷൻ. ഗെറ്റ് റെക്കോർഡ് ഉപയോഗിക്കുന്നത് ഡാറ്റ ഗെറ്റ് ചെയ്യാൻ വേണ്ടി. സെലക്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗെറ്റ് റെക്കോർഡാണ്. ഇതുപോലെ തന്നെ നമ്മൾ പ്രോഗ്രാമിൽ ഗെറ്റ് റെക്കോർഡ് കോൾ ചെയ്യും. കോൾ ചെയ്ത് കഴിയുമ്പോൾ MySQL അഡാപ്റ്റർ ക്ലാസ് ആണ് ഡാറ്റ റിട്രീവ് ചെയ്യുന്നത്. റിട്രീവ് ചെയ്ത ക്ലാസ്സിനെ ഡാറ്റ ടേബിളിലേക്കായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഡാറ്റ ടേബിളിൽ നിന്നാണ് ഡാറ്റ നമ്മൾ റിട്രീവ് ചെയ്ത് എടുക്കുക. സോ ഐ റിസോൾവ് ദ ഡാറ്റ ടേബിൾ പ്രോബ്ലം. 3 ഫംഗ്ഷൻ ഷുഡ് ബി റൈറ്റ് ഇൻസൈഡ് ദിസ് ഡാറ്റ ആക്സസ് ക്ലാസ്, set connection, execute query and get record. I save this data access. So now I check the global class. global classൽ ഉണ്ടായിരുന്ന set connection എന്ന് പറയുന്ന എററും അതുപോലെ തന്നെ ഡാറ്റ ആക്സസിൻ്റെ എററും കാണിച്ചിരുന്നു. അത് രണ്ടും റിസോൾവ് ആയി ഡാറ്റ ആക്സസിൽ നിന്നും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടു ഡിസൈൻ എ വെബ് പേജ്. സോ ഐ ക്രിയേറ്റ് ദ ഡിസൈൻ, ആഡ് ന്യൂ ഐറ്റം, വെബ് ഫോം എടുത്തു. വെബ് ഫോമിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റുഡൻറ്റ് REG, സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ. then I click add. Now you can see the student REG form over here. REG ഫോമിന് തൊട്ട് താഴെ reg.aspx.cs ഫയലും ഉണ്ട്. ഇനി നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെബ് പേജ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോപ്പി ചെയ്യുകയാണ്. ഫോം കോപ്പി ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തു. then അത് സേവ് ചെയ്തു. നമുക്കിനി ആ ഫോം ഒന്ന് റൺ ചെയ്ത് നോക്കാം. റൺ വ്യൂ ഇൻ ബ്രൗസർ. See, this is our form. First name, gender, male and female, and register date. Then save. Register date, I am going to change the date. Register date is date of birth. So date of birth. Okay. And next step is നമുക്ക് BL-നകത്ത് ഒരു മാനേജർ ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മാനേജർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡാറ്റ ആക്സസ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റുകൾ കോൾ ചെയ്യുന്നതിനും വെബ് ഫോമിൽ നിന്നും ഡാറ്റ ആക്സസ് ലെയറിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് മാനേജർ ക്ലാസ്. മാനേജർ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥാനത്ത് എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് ആക്കുവാണ്. പ്രസൻറ്റേഷൻ ലെയർ ഒരു സൈഡിൽ, ഡാറ്റ ആക്സസ് ലെയർ വേറെ സൈഡിലുണ്ട്, ദെൻ ബിസിനസ് ലോജിക് ലെയർ എന്ന് പറയുന്നത്. ഇൻ കേസ് ഏതെങ്കിലും ലോജിക്കൽ കോഡുകൾ നമുക്ക് ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ നോട്ട് അഫക്ട് ദ പ്രസൻറ്റേഷൻ ലെയർ ആൻഡ് ദിസ് ഡാറ്റ ആക്സസ് ലെയർ. അതുപോലെ തന്നെ ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ സംബന്ധിച്ച കാര്യങ്ങൾക്ക് ചേഞ്ച് വരുത്തണമെങ്കിൽ ഇറ്റ് വിൽ നോട്ട് അഫക്ട് ദിസ് 2 layers, ബിസിനസ് ലോജിക് ലെയർ ആൻഡ് data access layer. That is a very important thing of the 3-tier architecture. So I am going to create a manager class in BLL. Manager class എപ്പോഴും ക്രിയേറ്റ് ചെയ്യേണ്ടത് BLL അണ്ടറിലാണ്. Then class name is student manager. Click OK. Then we need to write the code in the student manager class. So I copy this code. Control C. That should be right in the student manager class. That is data access object declare ചെയ്തു. MySQL command declare ചെയ്തു. അതിനുശേഷം ഡാറ്റ ആക്സസ് കമാൻഡ്, ഡാറ്റ ടേബിൾ, ഇത്രയും കാര്യങ്ങളാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഡാറ്റ ആക്സസ് ഒബ്ജക്റ്റ്, MySQL ഒബ്ജക്റ്റ്, ദെൻ OBJ ഡാറ്റ ടേബിൾ ഒബ്ജക്റ്റ്.
Okay, next one is to create the variables of this one. So I copy these variables over here. 3 variables we need: student name, student date of birth and gender. That also I created in the class. Here we can see student name, get and set. നമുക്കറിയാം ASP.NET-നകത്തെ 3-tier ആർക്കിടെക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പ്യുവർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റാണ് ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത്. ഇതിനകത്ത് ഗെറ്റ് സെറ്റ് എന്ന് പറയുന്ന 2 വേരിയബിൾസ് യൂസ് ചെയ്യുമ്പോൾ പ്യുവർ എൻക്യാപ്സുലേഷൻ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്ക് ഈ ASP.NET-നകത്ത് വരുമ്പോൾ ഡിഫോൾട്ടായിട്ട് എപ്പോഴും ASP.NET-ലെ വേരിയബിൾസ് ആക്സസ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ടായിരിക്കും. സോ ഹിയർ വി ക്യാൻ ആക്സസ് ദിസ് ആസ് എ പബ്ലിക് and also the encapsulation implementation. That's why we are using get and set. Student underscore name, get set, then student underscore DOB, then gender. System ഇതിനെ കൺസിഡർ ചെയ്യുന്നത് വേരിയബിൾ ആയിട്ടാണ്. ഈ സ്റ്റുഡൻറ്റ് നെയിമും സ്റ്റുഡൻറ്റ് DOB ആൻഡ് ജെൻഡർ ഷുഡ് ബി കൺസിഡർ ആസ് എ വേരിയബിൾ. ഓക്കെ, ദെൻ 3 വേരിയബിൾ നമുക്കുണ്ട്. Then need to insert the data. This 3 data need to insert to the databases. Okay. For that, I write the code for inserting over here. I copy this code, then I paste over here. See, I will show you one thing. Insert student data. Insert student data is the function. Then I write the code like this: obj mysql command. Obj mysql command means this is an object of the mysql command class. Need to write the command SQL commands. That's why I declare obj mysql command. Then command text equal to insert into TBL student. So we need TBL student table. Student name, student gender and student DOB. These are the field of the database. I just show you the database tables field. This is a TBL student table. Student ID is a primary key and auto increment. Then student name, student gender and student DOB. These are the field of this table. Then here I use student underscore name. This is the field and this is the value of this one. Then first underscore name. We can see the error first underscore name because this does not exist in this context because ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻറ്റ് അണ്ടർസ്കോർ നെയിം എന്നാണ്. ഞാൻ അതിനെ കോപ്പി ചെയ്തു. ദെൻ ഐ പേസ്റ്റ് ഓവർ ഹിയർ സ്റ്റുഡൻറ്റ് അണ്ടർസ്കോർ നെയിം. ഇപ്പോൾ എറർ നമുക്ക് റിസോൾവ് ആയതായിട്ട് കാണാം. അതായത് ഞാൻ ഇത്രയും കാണിക്കാൻ ഉദ്ദേശിച്ചുള്ളൂ, ഈ കൊടുക്കുന്ന വേരിയബിളിലാണ് വാല്യൂ വരുന്നത്. ആ വാല്യൂ ആണ് നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കുക. സ്റ്റുഡൻറ്റ് DOB പാസ് ചെയ്തു, ദെൻ ജെൻഡർ പാസ് ചെയ്തു. ഓക്കെ, now we wrote the student manager class over here. Next step is write the code in this ASPX code. അതായത് ASPX.CS-നകത്ത് നമുക്ക് കോഡ് എഴുതാം. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ആക്ഷൻ എന്ത്? അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് ദ ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുക ക്ലാസ്സിനകത്ത്. ഏതൊക്കെ ഒബ്ജക്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? സ്റ്റുഡൻറ്റ് മാനേജർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുക. സോ സ്റ്റുഡൻറ്റ് മാനേജർ ക്ലാസ് വഴിയാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഐ കോപ്പി ദ സ്റ്റുഡൻറ്റ് മാനേജർ ഒബ്ജക്റ്റ് ഓവർ ഹിയർ. സ്റ്റുഡൻറ്റ് മാനേജർ OBJ ഈക്വൽ ടു സ്റ്റുഡൻറ്റ് മാനേജർ ക്ലാസ്. നമുക്ക് നോക്കാം സ്റ്റുഡൻറ്റ് മാനേജറിൻ്റെ ഒബ്ജക്റ്റ് കറക്റ്റ് ആണോ അല്ല. യെസ്, ആൻഡ് M is the capital. So I change student manager. Okay. Then next one is button click ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? I am going to write the code here. And button eventsനകത്ത് first of all need to check the button name. Control C, then Control V. The first step is btn submit dot text. btn submit is the ID of the button. ബട്ടൻ്റെ പേര് btn submit എന്നാണ്. then text equal to save. അതാണ് ഇവിടെ ചെക്ക് ചെയ്തിരിക്കുന്നത്. btn submitൻ്റെ ടെക്സ്റ്റ് ഈക്വൽ ടു സേവ് ആണെങ്കിൽ date time reg register date equal to convert dot to date time txt date dot text. ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ ഇപ്പോഴുള്ളത് രജിസ്റ്റർ ഡേറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്
ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റിൻ്റെ ഫോർമാറ്റ് സെറ്റ് ചെയ്തു, REG ഡേറ്റിലേക്ക് വെച്ചു. ആഫ്റ്റർ ദാറ്റ് REG ഡേറ്റ് ഈക്വൽ ടു ഈ REG ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ 2 എറർ നമുക്ക് കാണാം. ഈ എറർ വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീഡ് ടു കോൾ നോട്ട് REG ഡേറ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാം. നമ്മൾ ആക്സസ് ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റ് DOB എന്ന് പറയുന്ന ഓപ്ഷൻ, അതുപോലെ തന്നെ ഡോട്ട് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത് സ്റ്റുഡൻറ്റ് നെയിം. അപ്പോൾ സ്റ്റുഡൻറ്റ് DOB, സ്റ്റുഡൻറ്റ് നെയിം, ജെൻഡർ. അതിന് ശേഷം അത് കോൾ ചെയ്തിരിക്കുന്നത് ഇൻസേർട്ട് സ്റ്റുഡൻറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് മാനേജർ ക്ലാസ് ASPX-നകത്ത് ഡിക്ലെയർ ചെയ്തു. അതുപോലെ തന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ആക്ഷനാണ് നടക്കേണ്ടതെന്നും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഐ എം ഗോയിങ് ടു സേവ് ദിസ് ഓൾ, Ctrl+S. And again I took this, then I refresh, then I am going to write my name is Sindhu, female, then my date of birth. Okay, saved. I am going to check TBL student, select rows. 2 times I click, that's why it saved the student, female, and date of birth also inserted. Very simple. I will explain one more time. First of all, നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് web.config-ൽ നമുക്ക് കോഡ് എഴുതാം. സെക്കൻഡ് വൺ ഗ്ലോബൽ അസാക്സ്, ദെൻ ബിൻ ഫോൾഡറിനകത്തേക്ക് നമുക്ക് വേണ്ടത് DLL ഫയൽ ആക്സസ് ചെയ്യുക. അതിനുശേഷം ആപ്പ് കോഡ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ആപ്പ് കോഡിനകത്ത് ബിസിനസ് ലോജിക് ഫംഗ്ഷൻ, BLL ഫോൾഡർ, BLL-നകത്ത് നമുക്ക് വേണ്ടത് സ്റ്റുഡൻറ്റ് മാനേജർ ക്ലാസ് ആണ്. ഗ്ലോബൽ ക്ലാസ്സിനകത്ത് കണക്ഷൻ സെറ്റ് ചെയ്യാനുള്ള കോഡ് എഴുതുന്നു. അതിനുശേഷം DAL ക്ലാസ്സിനകത്ത് ഡാറ്റ ആക്സസിൻ്റെ കോഡ് എഴുതുന്നു. അതിനുശേഷം സ്റ്റുഡൻറ്റ് മാനേജർ എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമുക്ക് സ്റ്റുഡൻറ്റ് മാനേജറിൻ്റെ വേരിയബിൾസ് ആൻഡ് വേരിയബിൾ ഡിക്ലറേഷനും അതുപോലെ തന്നെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ള കോഡും എഴുതുക. ദെൻ നീഡ് ടു ഡിസൈൻ the web form and write the code in the CS file. Okay, 3-tier architecture എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. 3-tier architecture 2-tier architecture അറിയില്ലാത്തവർക്കും ബേസിക് ഇല്ലാത്തവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ ഓരോ ഫോൾഡേഴ്സിൻ്റെയും ആവശ്യവും ആ ഫോൾഡേഴ്സ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മാത്രം യൂസ് ചെയ്താൽ മതി. ASP-ൽ 3-tier architecture ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.